നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിറകെ പീഡന ആരോപണങ്ങൾ ഓരോന്നായി പുറത്തുവരുന്നതിന്റെ പേറ്റുനോവറിയുകയാണ് മലയാള സിനിമാ ലോകം. സിനിമാ ലോകത്ത് ആരാധകർ പൂവിട്ട് പൂജിച്ചു വന്ന പല വിഗ്രഹങ്ങളും വീണുടഞ്ഞു വാർത്തകളിൽ ഇടം നേടുകയാണ്. മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള സൂപ്പർ താരങ്ങൾ മുതൽ സിദ്ദിഖ്, ഇടവേള ബാബു, മുകേഷ്, മണിയംപിള്ള രാജു, ജയസൂര്യ തുടങ്ങി ഒട്ടനവധി വിഗ്രഹങ്ങളാണ് നിലത്ത് വീണ് ഉടഞ്ഞിരിക്കുന്നത്. അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കുന്നതിന് ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങണമെന്ന് നടൻ ആവശ്യപ്പെട്ടതായി നടി മിനു മുനീറിന്റെ വെളിപ്പെടുത്തലോടെ നടന്മാരായ ജയസൂര്യ, ഇടവേള ബാബു, മുകേഷ്, മണിയംപിള്ള രാജു എന്നിവർ മോശമായി പെരുമാറിയതായ ആരോപണം ഉയർന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് നടന്മാരിൽ നിന്നും നേരിട്ട മോശമായ പെരുമാറ്റത്തെക്കുറിച്ച് മിനുവിൻ്റെതായി ഉണ്ടായ വെളിപ്പെടുത്തലും ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ പരാതിയും രേവതി സമ്പത്തിന്റെ ആരോപണവും അമ്മയുടെ തലപ്പത്തും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കസേരകളിലുമൊക്കെ ഇരുന്നവർ എല്ലാം തന്നെ സ്ത്രീകളെ ഭോഗവസ്തുക്കളായി കണ്ടിരുന്ന പെണ്ണുപിടിയന്മാരായിരുന്നുവെന്ന നഗ്ന യാഥാർത്ഥ്യം കേരളത്തോട് വിളിച്ചു പറയുകയാണ്. നടന്മാർക്കെതിരെ ഉയർന്ന ലൈംഗികാതിക്രമ ആരോപണങ്ങളിൽ നടി സോണിയ മൽഹാർ മാത്രമാണ് കേസുമായി മുന്നോട്ടില്ലെന്ന പ്രഖ്യാപനം വന്നിട്ടുള്ളത്. സിനിമാ ഷൂട്ടിങ്ങിനിടെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായെന്ന് സംവിധായകൻ തുളസീദാസിനെതിരെ നടി ഗീതാ വിജയൻ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. പ്രതികരിച്ചതിന്റെ പേരിൽ സിനിമയിലെ അവസരം നഷ്ടമായെന്നും സംവിധായകൻ തുളസീദാസാണ് മോശമായി പെരുമാറിയതെന്നുമാണ് നടി ഗീതയുടേതായി വന്ന വെളിപ്പെടുത്തൽ. 1991 ചാഞ്ചാട്ടം എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് നടി ഗീതാ വിജയന് മോശം അനുഭവം ഉണ്ടാകുന്നത്. നടൻ ബാബുരാജിനെതിരെ മുൻ ജൂനിയർ ആർട്ടിസ്റ്റാണ് പീഡിപ്പിച്ചതായി ആരോപണം ഉന്നയിച്ചത്. സിനിമാ പ്രവർത്തകർ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് ബാബുരാജ് ആലുവയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വീട്ടിൽ വെച്ച് മോശമായ രീതിയിൽ സംസാരിച്ചുവെന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ. കഥ കേൾക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് യുവ കഥാകാരിയാണ് സംവിധായകൻ VK പ്രകാശിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതേസമയം തിങ്കളാഴ്ച വൈകിട്ട് ബംഗാളി നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുക്കുകയുണ്ടായി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നടി അയച്ച ഇമെയിൽ പരാതിയെ തുടർന്നാണ് കേസെടുത്തത്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുറ്റകൃത്യം നടന്ന കടവന്ത്രയിലെ ഫ്ളാറ്റ് നോർത്ത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായതിനാലാണ് കേസ് അവിടെ രജിസ്റ്റർ ചെയ്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കമുള്ള വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്നത്. സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും കേസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമുണ്ടായ വെളിപ്പെടുത്തലുകൾക്ക് പിറകെ ആദ്യമായാണ് ഇരയാക്കപ്പെട്ട ഒരു വ്യക്തി നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ബംഗാളി നടി ശ്രീലേഖ മിത്രയെ ക്രിമിനൽ ഉദ്ദേശത്തോടുകൂടി സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നതിൽ രഞ്ജിത്തിനെതിരെ നടപടി വേണമെന്നാണ് പരാതിയിൽ നടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2009 പാലേരി മാണിക്യം എന്ന ചിത്രത്തിൽ അഭിനയിക്കാനായി എത്തിയ തന്നെ കടവന്ത്രയിലെ ഫ്ളാറ്റിലേക്ക് രഞ്ജിത്ത് ക്ഷണിച്ചെന്ന് നടി പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിന്റെ ചർച്ചയ്ക്കായി ക്ഷണിച്ചു വരുത്തി തന്റെ കയ്യിൽ പിടിച്ചെന്നും തുടർന്ന് മറ്റു ശരീരഭാഗങ്ങളിൽ സ്പർശിക്കാൻ തുടങ്ങിയെന്നും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോയെന്നും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് സംവിധായകൻ ജോഷി ജോസഫിനെ വിവരം അറിയിച്ചു. തനിച്ച് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് നൽകാത്തതിനാൽ ജോഷി ജോസഫിന്റെ സഹായം തേടാൻ നിർബന്ധിതയായി എന്നാണ് പരാതിയിൽ പറയുന്നത്. ആരോപണങ്ങൾ രഞ്ജിത്ത് നിഷേധിച്ചിരുന്നു. ഗൂഢാലോചനയാണ് ആരോപണത്തിന് പിന്നിലെന്നും താൻ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും രഞ്ജിത്ത് പറഞ്ഞിരുന്നു. ആരോപണം ഉയർന്നതോടെ രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയും രാജിവെക്കേണ്ടി വന്നിരുന്നു. നന്ദി.